ആദരവോടെ കാണുന്ന അസിസി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സൺ മാഡം മേരി മർക്കോമ, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ എം എ ജോൺ, പ്രിയങ്കരനായ ശ്രീ ലിംബിൻ സ്റ്റാർ, നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ വെറി ഫാദർ ആന്റണി കൊച്ചുപുരയിൽ, വെറി ഡോക്ടർ ജോസി കണ്ടിനാട്ടുതറ, പ്രിയപ്പെട്ട മാനേജിംഗ് ട്രസ്റ്റി ACC ചാരിറ്റബിൾ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ നേതാക്കളെ, പ്രിയപ്പെട്ട മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായ സഹോദരിമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബന്ധപ്പെട്ടവര് താക്കോൽ വാങ്ങുമ്പോൾ അവരുടെയൊക്കെ കണ്ണുകളിൽ സ്നേഹത്തിന്റെ കണ്ണുനീർ, എങ്ങനെ കൂടുതൽ ആളുകളെ സഹായിക്കുവാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടുതൽ ചിന്തകൾ ഇന്ന് ഉണ്ടാക്കുവാനായിട്ട് കാരണമായിരിക്കുന്നു എന്നുള്ളത് ഞാൻ സ്മരിക്കുകയാണ്. ഇതിനുവേണ്ടി താല്പര്യപൂർവ്വം പരിശ്രമിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ലിംഗൻ സ്റ്റാർ ഉൾപ്പെടെ, മറ്റ് ജോൺ ഉൾപ്പെടെ എല്ലാവരും, മാത്രമല്ല ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് അനുമോദിക്കുകയാണ്. ലിംഗൻ സ്റ്റാർ ഇവിടെ നിന്ന് പണ്ട് പോയപ്പോൾ ഒരു സങ്കടം തോന്നി, നല്ലൊരു പൊതുപ്രവർത്തകനെ നമുക്ക് നഷ്ടപ്പെടുകയാണല്ലോ എന്ന്. പക്ഷെ ഇന്നിവിടെ എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് സ്മരിക്കുകയാണ്. അതുപോലെ ഈ ഫൗണ്ടേഷൻ വലിയ സേവനം പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടത്തുന്നു. അതോട് ചേർന്ന് ഒരു ക്ലിനിക്ക് കൂടി നടത്തുവാനായിട്ട് ഉള്ള നടപടികളായിരിക്കുകയാണ്. അതുപോലെ കുമ്പളങ്ങിയിൽ 30 കുട്ടികൾ താമസിക്കുന്ന ഒരു അനാഥാലയം അവർ നടത്തുന്നു. അപ്പൊ ഇതുകൊണ്ട് ഒരുപാട് ആളുകൾക്കാണ് പ്രയോജനം കിട്ടുന്നത്. നമ്മുടെ ഈ നാടിനും വലിയ പ്രയോജനമായി എല്ലാവരെയും ഞാൻ അനുഭവിക്കുന്നു. A word of congratulations to Madam, who has been given a special status also by Mr. John, who has specifically stated about Madam as Mother Teresa. മാഡത്തിന് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ്. പക്ഷേ എല്ലാവർക്കും അതിനകത്ത് വലിയ സന്തോഷം തോന്നി. കാരണം മദർ തെരേസ എന്താണ് ചെയ്തത്? What Mother Teresa has done was service. She took the poor children from the streets, and her service has gone all over the world. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കുറേയധികം ആളുകളെ യാതന അനുഭവിക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ അവിടെ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ്, ഒറീസയിലാണ്, അവിടെ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് അവിടെ സാന്ത്വനവുമായിട്ട് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായിട്ട് അവിടെ ഉണ്ട്. എല്ലാ മേഖലയിലും എത്തിയിരിക്കും. അപ്പൊ ആ സേവനമാണ് മദർ തെരേസ എന്ന് പറയാനുള്ള പ്രത്യേകമായിട്ടുള്ള കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ദാറ്റ് സർവീസ് which Mother Teresa is doing, who has got Nobel Prize and who has been acclaimed by India by even giving the Indira Gandhi Prize, which is the Bharat Award, which is the maximum award which a nation like India can give, has also been given. So I am sure that the Panchayat is honoring you, and I am sure we, as a member of Parliament, I should also take this opportunity to honor you, and I will definitely pass a word about this in our Indian Parliament, that a gracious lady, Madam, has come over to our small village and has done this great service. And I am sure that the service, the light which you have lit here today, is a service which is going to spread all over. And we are very thankful to you for having given these 12 houses and also much more. And you are giving more also. We are very happy. And I am sure more and more service you are going to give to this place, Kerala, which is a beautiful place and which we, not only we, many people call God's own country. We have a lot of problems, but ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഇപ്പോഴും കഞ്ഞി കുടിക്കാൻ പറ്റാത്തവരില്ലേ?
ഇപ്പോഴും പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവരില്ലേ? ഇപ്പോഴും വീടില്ലാത്തവരില്ലേ? ഇപ്പോഴും അങ്ങേയറ്റം തൊഴിലില്ലാത്തവരില്ലേ? അവിടെ തൊഴിൽ കിട്ടിയോ? ഈ വലിയ സേവനത്തിൻ്റെതായിട്ടുള്ള സന്ദേശം എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് the message of service which you have given is a great message which will spread over throughout this land, not only to Kerala but also to other parts of our country. I thank you very much on behalf of the people of our area, and I thank you very much on behalf of the loving people who have been directly the beneficiaries of what you have done. അദ്ദേഹത്തോടെ ഒപ്പം ഉള്ള നമ്മുടെ മാഡത്തോടൊപ്പമുള്ള നമ്മുടെ ഇവിടെ അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ബഹുമാനപ്പെട്ട ബ്രദർ ആന്റണിയെയും ഒക്കെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അനുമോദിക്കുവാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ പറഞ്ഞു, അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് ആണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഈ റോഡ് നല്ല രീതിയിൽ നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അത് പഞ്ചായത്തൊക്കെ എടുത്ത് ഒരു പഞ്ചായത്ത് റോഡായിട്ട് മാറുകയാണ് എങ്കിൽ മാറിയോ പഞ്ചായത്ത് റോഡാക്കി ചുമ്മാ വാക്കാലല്ല, രേഖാമൂലമായെങ്കിൽ അതിന് കുറച്ച് പൈസ MP ഫണ്ടിൽ നിന്ന് അറിയിച്ചുകൊണ്ട് പൈസ എല്ലാം തീർന്നിരിക്കുന്നുണ്ടായി കുറച്ച് പൈസ അതിന്റെ ഉദ്ഘാടനം നടക്കാറ്. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചല്ല ഒരുപാട് ഉള്ളത് മുഴുവൻ ഇപ്പൊ കൊടുത്തു തീർന്നു. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും ഈ വലിയ സേവനത്തിന് തീർച്ചയായിട്ടും ഒരു അംഗീകാരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ വകയായിട്ട് ഗവൺമെന്റിന്റെ വകയായിട്ട് നിങ്ങളുടെ വക ഒരു ചെറിയ തുക ഉണ്ടാകും എന്നും കൂടി അറിയിച്ചുകൊണ്ട് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് വെച്ചിരുന്നു. പ്രഥമ വനിത ശ്രീമതി ആലീസ് ജോർജ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം അമ്മയും ചോറ്റാനിക്കര പഞ്ചായത്തിൻ്റെ പ്രഥമ വനിതയും നമ്മുടെ അധ്യക്ഷയുമായ ശ്രീമതി ആലീസ് ജോർജ്, ഇന്നത്തെ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത MJ ജേക്കബ് MLA, റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ PC തോമസ് MP, നമ്മുടെ ആരാധ്യയായ ശ്രീമതി മേരി മക്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വേദിയിലെ വിവിധ തലങ്ങളിലുള്ള സാരഥികളെ, സുഹൃത്തുക്കളെ, ഏറ്റവും മനോഹരമായ ഒരു ഞാൻ നിങ്ങളെല്ലാവരെയും ആദ്യമായി അറിയിക്കട്ടെ. താക്കോൽ ഏറ്റുവാങ്ങുന്ന ആ നിമിഷത്തിൽ ഞാൻ ശ്രീമതി മേരിയുടെ കണ്ണുകളിലേക്ക് നോക്കുകയായിരുന്നു. വളരെ തിളക്കത്തോടും അതോടൊപ്പം തന്നെ ആ കണ്ണീര് പൊടിയുന്നത് ഞാൻ കണ്ടു. തീർച്ചയായും ആ കണ്ണീര് സന്തോഷത്തിൻ്റെ കണ്ണീരാണ്, സന്തോഷ അശ്രു ആയിരുന്നു എന്ന് തീർച്ചയാണ്. എന്തുകൊണ്ടോ ചൗരി കണ്ണുനീര്, എന്തുകൊണ്ടോ ചൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടു കരഞ്ഞിട്ടുള്ളൂ. ആ വാക്കുകളാണ് ഞാൻ വാസ്തവത്തിൽ ഓർപ്പിച്ചത്. തൻ്റെ അടുക്കിലേക്ക് സഹപാഠിയായ ആ പാവപ്പെട്ടവൻ തൻ്റെ
സമ്മാനവുമായി കൊണ്ടുവന്നപ്പോൾ ആ അവിൽപ്പൊതി സ്വീകരിക്കുമ്പോൾ ശ്രീകൃഷ്ണനുണ്ടായ അതേ വികാരങ്ങളോടുകൂടി സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഒരു വികാരമാണ് ഞാൻ തീർച്ചയായും ആ ശ്രീമതിയുടെ മേരിയുടെ കണ്ണുകളിൽ കണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഒരു കിടപ്പാടം ഉണ്ടാകുക എന്നുള്ളതാണ്. വസ്ത്രം നമുക്ക് വേണം, കിടപ്പാടം വേണം. അതുപോലെ തന്നെ ഏറ്റവും മൗലികമായ ആവശ്യങ്ങളാണ് ഇവയൊക്കെ. ഈ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുന്നത് ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. ഇവിടെയുള്ള 12 കുടുംബങ്ങൾക്ക് മനോഹരമായ ഈ കെട്ടിടം, ഓരോ വീട് ലഭിക്കുന്നത് തീർച്ചയായും വളരെ നല്ല കാര്യമാണ്. ശ്രീമതി മേരി മാക്കും മറ്റ് സുഹൃത്തുക്കളുമൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ അഭ്യുദയകാംക്ഷികളായ നമ്മൾ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിരവധിയായിട്ടുണ്ടാകണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളെ കുറിച്ച് കുമ്പളങ്ങിലാണെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നിങ്ങളുടെയൊക്കെ ഒത്താശ ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഈ സുദിനത്തില്, ഈ സന്തോഷത്തില് ഏറ്റവും ഹാർദമായി പങ്കുചേർന്നുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തത് പദ്ധതി വിശദീകരണമാണ്. കേട്ട് വളരെ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ പദ്ധതി ഇവിടെ വന്നു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സക്സസ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇന്ന് ഇവിടുത്തെ ജനങ്ങളുടെ റെസ്പോൺസും അതാണ്. ഈ ഹൗസിംഗ് സ്കീം ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ദിസ് ഹൗസിംഗ് സ്കീം, ബിക്കോസ് there are a lot of housing schemes in various parts, but these housing schemes are not through the Grama Panchayat or local self-government. This is the first housing scheme through the local self-government, which is conducted and successfully finished in India first time. All the newspapers, yesterday all the newspapers reported, even Malayalam Manorama and TV channel Asianet also reported that this is the first time successfully completed housing scheme from a charitable institution from Europe, and it is successfully finished. I congratulate the Grama Panchayat committee for the completion of successfully completing this thing. And my another request is, we have given an award to Mary McCormack. This is her first award, I think. This is from India. And just like what P.C. Thomas is saying, he is a member of Parliament, Indian Parliament, and he was the former Minister of India. He is having a stronghold in Indian Cabinet. So he can present the details in Indian Cabinet, and we can arrange. He can recommend for an award for her in Indian Parliament, and the Panchayat committee also should recommend that matter, put forward that matter to Mr. P.C. Thomas MP. The Panchayat committee ഈ കാര്യം ഒരു തീരുമാനമെടുത്ത് തന്നെ P.C. തോമസിന്റെ മുമ്പിലും സംസ്ഥാന ഗവൺമെന്റിന്റെ മുമ്പിലും ഹാജരാക്കി ഇത് ഒരു അർഹതയുടെ അംഗീകാരമായി ഇതിനെ മാറ്റണമെന്ന് ഞാൻ വിനയമത്സരം പഞ്ചായത്ത് കമ്മിറ്റിയോട് അപേക്ഷിക്കുകയാണ്. ഇനിയും കൂടുതൽ വീടുകൾ ഈ പ്രദേശത്ത് വരുമ്പോൾ അതിന്റെ ഒരു സന്തോഷം, ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും അതിന്റെ ഒരു സന്തോഷം എനിക്കും ഒരു മാനസികമായൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആ പഞ്ചായത്തിൽ പെട്ട ഒരു പഞ്ചായത്താണിത്. 10 കിലോമീറ്റർ അപ്പുറമാണ് എന്റെ വീടെങ്കിൽ പോലും. അവിടെ ഇതുപോലൊരു സ്കീം വാസ്തവത്തിൽ നടപ്പിലാക്കുവാനുള്ള വാസ്തവത്തിൽ സ്ഥലമില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷെ ഈ പഞ്ചായത്താണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ ഈ സ്കീം വന്നു. ഈ സ്കീം മേരി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് വളരെ സക്സസ് ആയി. മേരി